മരുന്നുകളുടെ ശാസ്ത്രീയമായ സംഭരണത്തിനും വിതരണത്തിനും സ്വന്തം കെട്ടിടം അനിവാര്യമെന്ന KMSCL കോഴിക്കോട് മുൻ മാനേജർ വാടക കെട്ടിടത്തിൽ ശാസ്ത്രീയമായ സംഭരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് പരിമിതിയുണ്ട്. നഗരത്തിൽ സംഭരണ കേന്ദ്രം വന്നാൽ ഇപ്പോഴത്തെ അനാവശ്യ ചെലവ് കുറയുമെന്നും ഗോഡൌൺ മുൻ മാനേജർ ഡോക്ടർ ജിജിത്ത് മീഡിയ വണ്ണിനോട് പറഞ്ഞു. KMSCL ഗോഡൌൺ 10 വർഷമായി നഗരത്തിൽ നിന്ന് മാറി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് മീഡിയ വൺ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു ജിജിത്ത്. ഒരു ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 പ്രകാരവും 45 റൂൾ പ്രകാരവുമാണ് മിക്കവാറും മരുന്നുകൾ എങ്ങനെ സൂക്ഷിക്കണമെന്ന് കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. അതിന് പ്രകാരം ഒരു മരുന്ന് സൂക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റണമെങ്കിൽ സ്വന്തമായി കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ എല്ലാ രീതിയിലും നമുക്ക് ആ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്വന്തമായ ബിൽഡിംഗ് ആണെങ്കിൽ ഈ രീതിയിൽ നമ്മൾ സംഭരണശാല ഉണ്ടാക്കുമ്പോൾ സയൻറ്റിഫിക് രീതിയിൽ നമ്മൾ മരുന്നിനെ നമ്മൾ സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഒരു 5-6 കിലോമീറ്ററിനുള്ളിലാണ് ഇത് എങ്കിൽ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ ഇനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കോസ്റ്റ് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. മുഹമ്മദ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാൻ. അസ്ലം, നോക്കൂ, സ്വന്തമായ ഒരു കെട്ടിടം നിർമ്മിക്കാൻ ആകെ 5 കോടി മതി. അസ്ലമിന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്, വാടക ഇനത്തിൽ മാത്രം ഇതുവരെ കൊടുത്തത് 10 കോടിയാണ്. പക്ഷെ ഇപ്പോഴും സ്വന്തമായ ഒരു കെട്ടിടം എന്നുള്ളത് ഒരു വിദൂര സ്വപ്നമായി ഈ കോർപ്പറേഷന് നിൽക്കുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? അജി, ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഡോക്ടർ ജിജിത്ത് എന്ന് പറയുന്നത് KMSCLന്റെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന മാനേജറായിരുന്നു. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇതിന്റെ പിന്നിൽ വൈകുന്നതെന്ന് പറയാൻ കഴിയില്ല. അതേസമയം എന്തുകൊണ്ട് ഒരു സ്വന്തം കെട്ടിടത്തിലേക്ക് മാറേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ശാസ്ത്രീയമായി തന്നെ സംഭരിക്കാനും ഇതിന്റെ മരുന്നുകൾ പലതും ഉപയോഗശൂന്യമായി പോകാതിരിക്കാനും മാത്രമല്ല വളരെ വേഗത്തിൽ എത്തിക്കാനും ഒക്കെ തന്നെയും നഗരത്തിൽ സ്വന്തമായി തന്നെ ഒരു കേന്ദ്രം വേണമെന്ന് അദ്ദേഹത്തിന്റെ പരിചയവും അതോടൊപ്പം തന്നെ അനുഭവം വെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ശാസ്ത്രീയമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാരോ അല്ലെങ്കിൽ KMSCLോ പോയില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിന് പിന്നിൽ പലതരത്തിലുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ വാടക നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം സ്ഥിരമായി ആ സഹകരണ സംഘത്തിന് ആ വാടക കെട്ടിടത്തിന് കൃത്യമായി തന്നെ വാടക വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് മുടക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി അത്തരം ഒരു ഇടപെടലുണ്ടോ സംശയങ്ങൾ ഉയരുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ചില പരാതികളൊക്കെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ചില പൊതുപ്രവർത്തകർ കൊടുക്കും. കാരണം എന്തുകൊണ്ട് മാറുന്നില്ല? കാരണം ഒന്നും സ്ഥിരമായി വാടക നൽകുന്നതിലെ പ്രശ്നം, 2 എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കം 40 കിലോമീറ്ററോളം നിരന്തരമായി ഓടി വരേണ്ട ഒരു സാഹചര്യം. അവിടെയുള്ള KMSCLന്റെ ഗോഡൌണിലുള്ളതിൽ പകുതി 400 ടണ്ണാണ് സംഭരണ ശേഷി. 200 ടണ്ണെങ്കിലും ഒരു മാസം പോകുന്നതിൽ 200 ടണ്ണും വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായി 1-2 വണ്ടികൾ നിരന്തരമായി മെഡിക്കൽ കോളേജിലേക്ക് വന്നു പോകേണ്ടി വരുന്നു. ഈ ദൂരത്തിന്റെ വാഹനത്തിന്റെ വാടക പോലും ശരിക്കും ലാഭിക്കാൻ കോഴിക്കോട് നഗരത്തിൽ കഴിയും. മാത്രമല്ല നിയമസഭയിലടക്കം കോഴിക്കോട് നഗരത്തിൽ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചും ചേവയർ കേന്ദ്രീകരിച്ചൊക്കെ ഇതിനുവേണ്ടി സ്വന്തം സ്ഥലമെടുക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് പറഞ്ഞെങ്കിൽ പോലും ഇത് നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ തോതിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് ഇപ്പോഴും 40 കിലോമീറ്റർ അകലെ നഗരത്തിൽ നിന്ന് മാറി അതൊരു കെട്ടിടം തുടരുന്നു? മാത്രമല്ല എന്തുകൊണ്ട് സ്വന്തമായ ഒരു സ്ഥലം കണ്ടെത്താൻ, പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടക്കം നിരവധി ഏക്കർ സ്ഥലങ്ങളുണ്ട് ആരോഗ്യവകുപ്പിൻ്റെത്. അവിടെ ഒരു സ്ഥലം നൽകിക്കൊണ്ട് പുതിയ കെട്ടിടത്തിലേക്ക് എന്തുകൊണ്ട് മാറുന്നില്ല എന്ന ചോദ്യം വളരെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ഇതിന് പിന്നിൽ എന്താണ്, ഈ ഒരു ഇടപാടിന് പിന്നിൽ എന്താണെന്നതിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മീഡിയ പുറത്തു കൊണ്ടുവരും. അജി.